അമൃതകലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ MT പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജ്ഞാനപീഠം ഭാവസാന്ദ്രം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ പ്രശാന്ത് ബാബു കൈതപ്രം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വിപിന ബിബിൻ അധ്യക്ഷയായി. നിരവധി വർഷങ്ങളായി ശ്രീ രാജേഷ് ജി മൂകാംബികയിൽ വെച്ച് നടക്കുന്ന അരങ്ങേറ്റ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഏറ്റതുമാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ ഏറ്റതായിരുന്നു. ദൗർഭാഗ്യവശാൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ആ സമയത്ത് ലഭിക്കാത്തതുകൊണ്ട് അനാരോഗ്യം കൃത്യസമയത്ത് കഴിഞ്ഞ 2 വർഷവും ബാധിച്ചതുകൊണ്ട് എനിക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മൂകാംബികയിൽ എത്തണം എന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ മകളുടെ വയസ്സായി 9 വയസ്സായി. മകളെ പ്രസവിച്ച് അന്ന് മുതൽ പറയുന്നതാണ് മൂകാംബികയിൽ പോകണമെന്ന്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു പിടി വരും എന്നാണ് പൊതുവെ പറഞ്ഞു വന്നിട്ടുള്ളത്. പലപ്പോഴും പ്രതീക്ഷിച്ച സമയത്തൊന്നും അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മിസ്സായ 2 പരിപാടിയാണ് അമൃത കലാക്ഷേത്രയിലെ പരിപാടി. ഏതായാലും സ്വാഗതകർത്താവ് പറഞ്ഞതുപോലെ ഇത് ഒരു കലാക്ഷേത്രം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ കാലം മായ്ക്കാത്ത കഥകളും തിരക്കഥകളും തന്ന് മലയാളത്തെ വള്ളുവനാടിനെ ലോകനെറുകയിൽ നിർത്തിയ MTയെ പോലെ മറ്റൊരാളും ഉണ്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് ബാബു കൈതപ്രം പറഞ്ഞു. AV മജിലേഷ് പി ജയചന്ദ്രൻ അനുസ്മരണ ഗാനമാലിക ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സാഹിത്യകാരൻ ഡോക്ടർ റഷീദ് പാനൂർ മുഖ്യപ്രഭാഷണം നടത്തി. N ധനഞ്ജയൻ, PP രാജേഷ് തന്ത്രി, പ്രിൻസിപ്പാൾ GG രാജേഷ്, യുവകവി ഉണ്ണികൃഷ്ണൻ കീച്ചേരി, ഷാനി പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. സപ്തസാര കൾച്ചറൽ മിഷൻ ഉപാധ്യക്ഷൻ A സജീവൻ അനുസ്മരണ സന്ദേശം വായിച്ചു. നിരവധി ഗായകർ പി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.